Hello friends, welcome back to my channel. ഇന്ന് ചോറിന് കൂട്ടാനായിട്ടുള്ള നല്ലൊരു കറിയാണ് ട്ടോ ഉണ്ടാക്കുന്നത്. ഇതിന് പച്ചക്കറികളൊന്നും വേണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാം. എരിവും പുളിയൊക്കെയുള്ള നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ 1/4 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും അരിഞ്ഞെടുക്കാം. ചെറിയുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി, ഒരുപാട് ചെറുതാക്കണ്ട. നമുക്ക് വേണമെങ്കിൽ സവാള ഒഴിവാക്കിയിട്ട് 1 കപ്പ് മുഴുവനായിട്ട് ചെറിയുള്ളി തന്നെ എടുക്കാം കേട്ടോ. മുഴുവൻ ചെറിയുള്ളി എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. പുളി നമുക്ക് 1 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഇനി ഈ കറി ഉണ്ടാക്കാനായിട്ട് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. മൺചട്ടിയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കണം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി നുറുക്കിയതും പിന്നെ ഒരു ഉണക്കമുളക് 2ആയിട്ട് കീറിയതും ചേർത്തിട്ടുണ്ട്. ഒരു എരിവുള്ള പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇതൊക്കെ കരിഞ്ഞു പോവാതെ മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിം ആയിരിക്കണം. ഇതിന്റെ കൂടെ ഒരു 2 നുള്ളു കായം പൊടി കൂടെ ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞ സവാളയും ചെറിയുള്ളിയും ചേർക്കാം. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. നന്നായിട്ട് വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയാൽ മതി. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും വഴറ്റുന്ന കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കുള്ള പൊടികൾ റെഡിയാക്കി വെക്കാവേ. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ചട്ടിയിൽ ചെയ്യുമ്പോൾ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച പൊടി ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറി വരണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച ആ പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർക്കണം. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. പച്ചവെള്ളം എടുക്കണ്ട, ചൂടുവെള്ളം തന്നെ എടുത്താൽ മതി. അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റോളം കുക്ക് ചെയ്യണം. അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കണം. കറി ഇങ്ങനെ ചെറിയ തീയിൽ നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ച് കുറുക്കിയെടുത്താൽ മതി. കറിക്ക് നമുക്ക് കൂടുതൽ കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി കലക്കി ഇതിലേക്ക് ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകും. ചോറിന് കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാണിത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്